സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അയച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. യേശുവിന്റെ പുനരുത്ഥാനം. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിന്റെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അത് വളരെ വലുതായിരുന്നതാണ്. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതു ഭാഗത്തിരിക്കുന്നത് കണ്ടു. അവ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെടുന്ന സഹായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവനിവിടെ ഇല്ല. നോക്കൂ, അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പോയ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും. അവ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവ പേടിച്ചു വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവ ആരോടും ഒന്നും പറഞ്ഞില്ല. അവ അത്രമാത്രം ഭയപ്പെട്ടിരുന്നു. മിശിഹായിലേക്കും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വചനം പറയുന്നത് തന്നെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയും ഉത്ഥാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നമ്മുടെ എല്ലാവരുടെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസത്തിനു വേണ്ടി നമ്മൾ കഴിഞ്ഞ 40 ദിവസം നോമ്പെടുത്തു. പിന്നെ ഒരാഴ്ചക്കാലം പ്രത്യേകം ഒരുങ്ങി. എല്ലാം ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഈസ്റ്ററിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. സഭയിൽ ഈസ്റ്റർ അറിയപ്പെടുന്നത് തിരുനാളുകളുടെ തിരുനാളാണ്. കാരണം ഈസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ കർത്താവിന്റെ ഉയർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സഭ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസിനെ പറയുന്നുണ്ടല്ലോ, മിശിഹ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും അർത്ഥശൂന്യമാണ്. അപ്പൊ നമ്മുടെ കത്തോലിക്ക സഭയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ ഉയർപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ തിരുനാളെന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വേറെ അനേകം തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ആ തിരുനാളുകൾക്കെല്ലാം പ്രയോജനവും അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ ഉയർപ്പ് തിരുനാളാണ്. സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകത്തിലെ ഒരേ ഒരു അത്ഭുതമാണിത്, ഒരാള് സ്വയം ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത്.
യേശു പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പല ലോക ചരിത്രത്തിലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ പല മത അധ്യക്ഷന്മാരും അല്ലെങ്കിൽ മത സ്ഥാപകരും അവകാശപ്പെട്ടിട്ട് ഞാൻ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ. പക്ഷെ ആരും ഉയർത്തെഴുന്നേറ്റതായിട്ട് നമുക്ക് ചരിത്രത്തിലില്ല. ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്. അപ്പസ്തോലന്മാരും ഒക്കെ അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഉയർപ്പ് അത് ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ ഒരേ ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചിരിക്കുകയാണ് സഭ അല്ലെങ്കിൽ ലോകം അല്ലെങ്കിൽ ദൈവം. ഈ ഉയർപ്പിന്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന ആ സത്യത്തിന് അനേക തെളിവുകൾ ബൈബിലുണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ പറയാം. കർത്താവിന്റെ പീഡാനുഭവ സമയത്ത് കർത്താവിനെ പട്ടാളക്കാർ ബന്ധിക്കുകയും മർദ്ദിക്കുകയും ഹെറോദേസിന്റെയും പീലാത്തോസിന്റെയും കയ്യാപ്പാസിന്റെയും ഒക്കെ കൊട്ടാരങ്ങളിൽ കൂടി വലിച്ചേഴ്ച കൊണ്ടുപോവുക ചെയ്ത അവസരത്തില് ജീവനിൽ കൊതിയുണ്ടായിരുന്ന അപ്പസ്തലന്മാരെല്ലാം ഓടിപ്പോയി. 3 വർഷം കൂട്ടത്തിൽ കൊണ്ടു നടന്ന് പലതും പഠിപ്പിക്കുകയും പല അത്ഭുതങ്ങൾ കാണുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും അങ്ങനെ ഗുരുവിനോട് ഒട്ടിച്ചേർന്ന മനുഷ്യര് പീഡാനുഭവത്തിന്റെ സമയം വന്നപ്പോൾ എല്ലാവരും പോയി. പത്രോസ് തള്ളി പറയുന്നു, യൂദാസ് ഒറ്റ കൊടുത്തു, ബാക്കി ശിഷ്യന്മാരെല്ലാം ഒരു മലയിൽ വെച്ച് ഗദസേമിൻ തോട്ടത്തിൽ വെച്ച് ക്രിസ്തു പിടിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ഓടുവാനും അവന്റെ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി എന്നൊക്കെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും ഓടിപ്പോയി. എവിടെയൊക്കെയോ ഏതൊക്കെയോ മാളങ്ങളിൽ അവർ ഓടിച്ചു എന്നുള്ള സത്യമാണ്. യോഹന്നാൻ മാത്രം അവസാനം നമ്മൾ കാണുന്നുണ്ട്, കുരിശിന്റെ ചുവട്ടിലെ കാൽവരി കാണുന്നുണ്ട്, വേറെ ആരും നമ്മൾ കാണുന്നില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഗുരുവിനെ വിട്ടുപോയി കഴിഞ്ഞു. ഗുരുവിനെ ഉപേക്ഷിച്ചു പോയി. ഗുരുനാഥന്റെ പിന്നാലെ പോകാൻ അവർക്ക് ധൈര്യമില്ലാത്തൊരു കാര്യമുള്ള അവസ്ഥ വന്നു. എന്നാൽ ഉയർപ്പിന് ശേഷം നമ്മൾ കാണുന്ന മറ്റൊരു ഗണം അപ്പസ്തലന്മാരെയാണ്. ഉയർപ്പിന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായിരുന്നില്ല എന്നുള്ള സത്യം. പക്ഷെ മനസ്സിലായി വന്നപ്പോൾ ഓടിപ്പോയവരെല്ലാം തിരിച്ചു വരികയാണ്. ഓടിപ്പോയവരെല്ലാം തിരിച്ചു വന്ന് അന്ന് തന്നെ പറയുന്നുണ്ട്, ലൂക്കാസ് സുവിശേഷത്തിൽ എമ്മാവുസിലേക്ക് രണ്ടുപേരും പോവുകയായിരുന്നു, വിട്ടുപോവുകയാണ്, തിരിച്ചു പോവുകയായിരുന്നു. അവർ ഗ്രാമത്തിലേക്ക് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും എമ്മാവുസിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ നടന്ന് ക്രിസ്തു അവരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഓരോ അപ്പസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ക്രിസ്തു ദർശനങ്ങൾ കൊടുത്ത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവ വേറെ മനുഷ്യരായി തീർന്നു. അവർക്ക് ഭയമെന്ന് പറയുന്ന വികാരമേ ഇല്ലാതായി. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ഭയമെന്ന വികാരമില്ലാതായിട്ട് ഗുരുനാഥന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ശക്തി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ദർശനത്തിൽ നിന്നും സ്ഥാനത്ത് കിട്ടിയതാണ്. ഒന്നാമത്തെ തെളിവാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ഇത്രമാത്രം ഭയചകിതരും ഗുരുവിനെ ഉപേക്ഷിച്ചു പോയവരും തിരിച്ചു നമുക്കറിയാം. യോഹന്നാൻ ശ്ലീഹാ കഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും രക്തസാക്ഷിത്വം വഹിക്കുകയും പത്രോസ് ശ്ലീഹാ പറഞ്ഞത് നമുക്ക് സുപരിചിതമാണ്. എന്റെ ഗുരുവിനെ തല മുകളിലേക്കായിട്ട് കുരിശ് തറച്ചതാണ്. അതിനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് എന്നെ തല കീഴായിട്ട് കുരിശി തറയ്ക്കാൻ പറഞ്ഞ അങ്ങനെ കുരിശിൽ തൂക്കി മരിച്ച മനുഷ്യനെ പത്രോസ് എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? എവിടെ നിന്നുണ്ടായി ഇത്ര ധീരത? ഈ ധീരതയ്ക്ക് കാരണം യേശുവിന്റെ സാന്നിധ്യമാണ്. യേശു അവരുടെ കൂടെ 40 ദിവസം വ്യത്യസ്തമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് അനുഭവവേദ്യമാവുകയും വ്യത്യസ്തമായ രീതിയിൽ അവരെ ഒരുക്കുകയും ചെയ്ത് അവസാനം അവൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ വാഗ്ദാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. ആത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം
നിങ്ങൾ പഠിച്ചതെല്ലാം ഓർക്കും, ഞാൻ പഠിപ്പിച്ചതെല്ലാം ഓർക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകുമെന്ന്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് നിവേശിപ്പിച്ചു. ആ പുതിയ മനുഷ്യരാക്കി വന്നു. ഉയർപ്പിന്റെ ഏറ്റവും വലിയ അടയാളമാണ്, അല്ലെങ്കിൽ ആ സത്യത്തിന്റെ സാക്ഷ്യമാണ് സ്ത്രീഹന്മാരിൽ വന്ന മാറ്റം. ഉയർപ്പിന് മുമ്പുള്ളവരും ഉയർപ്പിന് ശേഷമുള്ളവരും തമ്മിൽ അജഗജാന്തരമുണ്ടെന്ന് പറയാം. അത്ര മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഉയർപ്പിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരിൽ പരിവർത്തനം വരുത്തുക എന്നുള്ളതായിരുന്നു, മാറ്റം വരുത്തുക എന്നുള്ളതായിരുന്നു, അവരെ പുതിയ സൃഷ്ടികളാക്കുക എന്നുള്ളതായിരുന്നു, അവരെ പുതിയ മനുഷ്യരാക്കുക എന്നുള്ളതായിരുന്നു. ഏത് സാഹചര്യത്തിലും, ഏത് വേദനയിലും, വിഷമത്തിലും, പ്രതിസന്ധിയിലും, പ്രയാസങ്ങളിലും, കഷ്ടപ്പാടുകളിലും, കുരിശു മരണത്തിൽ പോലും ഗുരുനാഥന് സാക്ഷ്യം വഹിക്കാൻ തക്കവണ്ണം അവരെ ഒരുക്കുകയായിരുന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിലൂടെ. അപ്പോൾ ആ പീഡാനുഭവ ദുഃഖങ്ങളിൽ പങ്കുകൊണ്ട ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കാണുകയും സ്പർശിക്കുകയും അടുത്തറിയുകയും ചെയ്തപ്പോൾ പൗലോസ് പറഞ്ഞത്, ഒരു പ്രാവശ്യം ക്രിസ്തു വച്ചിട്ട് ഏതാണ്ട് 500ഓളം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നില്ലേ. മക്കളെല്ലാം മറിയത്തിനും മറ്റുള്ളവർക്കൊക്കെ എത്രയോ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു യേശു. ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് മക്കളെല്ലാം മറിയത്തിനാണ്. സുവിശേഷങ്ങളിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് ഉയർപ്പിന്റെ എത്ര വർണ്ണിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോഴേ ഉയർപ്പെന്ന് പറയുന്ന സത്യം ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ഉയർപ്പെന്ന് പറയുന്ന സത്യം. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നത് ക്രിസ്തുവിനോടൊപ്പം ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ ഉയർപ്പ് അനിവാര്യമാണ് എന്നുള്ള സത്യമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. കഷ്ടപ്പാടുകളില്, അല്ലെങ്കിൽ ദുഃഖങ്ങളില്, ദുരിതങ്ങളില്, അനർത്ഥങ്ങളില്, വീഴ്ചകളില്, തളർച്ചകളില്, പരാജയങ്ങളില് തളർന്നു പോകാതിരിക്കാൻ ക്രിസ്തു എനിക്ക് മുമ്പേ, നിങ്ങൾക്ക് മുമ്പേ കുരിശ് വഹിച്ചു പോയി. നീ കുരിശ് വഹിക്കുന്നവന് വാഗ്ദാനം ചെയ്തു, എന്നോടുകൂടി മരിച്ചാൽ എന്നോടുകൂടി നീ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. കഴിഞ്ഞ 40 ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്തുവിനൊപ്പം മരിക്കാനായിട്ട് തയ്യാറാവുകയായിരുന്നു. നോമ്പ് കാലത്തിന്റെ ആ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. നോമ്പ് നോക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് ഈ ലേഖനത്തിലൊക്കെ വായിച്ചു കേട്ടതുപോലെ പാപത്തിന്റെ മനുഷ്യനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് ജീവൻ നൽകുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പരിശ്രമം എന്തുമാത്രം വിജയിച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. ഓരോരുത്തരും വിലയിരുത്തണം. ഈ ഉയർപ്പിന് പ്രപഞ്ചത്തിൽ പോലും നമുക്ക് കാണുന്ന കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഈ ക്ലേശങ്ങളെ, സഹനങ്ങളെ, ദുഃഖങ്ങളെ മനുഷ്യനെ എങ്ങനെ പരിവർത്തന വിധേയമാക്കണം? കർത്താവ് പറഞ്ഞ ഗോതമ്പൂടി നിലത്ത് വീട് അണിഞ്ഞാലേ അത് ഫലം ഉൾപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് അതുപോലെ കിടക്കുമെന്ന് പറയും. നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയും, കൃഷിക്കാരായ ആളുകളാണ് നമ്മൾ അധികം പേര്. പല വർഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. വാഴ, മാവ്, മംഗോസിന്, അല്ലെങ്കിൽ അങ്ങനെ പല 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 ഫലവൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഈ ഫലവൃക്ഷങ്ങളുടെ എല്ലാ ചുവട്ടിലും നമ്മൾ വളമിടാറുണ്ട്. ചാണകവും മറ്റ് കെമിക്കൽ വളങ്ങളും ജൈവവളങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ഈ ഇട്ടുകൊടുക്കുന്ന വളങ്ങൾക്കൊന്നും മധുരമില്ല, ഒന്നിനും മധുരമില്ല. ചിലർക്ക് നാകുന്ന സാധനമുണ്ട്, കയ്യിൽ തൊടാൻ പറ്റാത്തതാണ്. ചാണകത്തിന്റെ ഒക്കെ മണം നമുക്കറിയാം. പക്ഷേ ഈ ചെടികൾ അതിന്റെ സൂക്ഷ്മമായ വേരുകളിലൂടെ ഈ ചാണകമോ ഈ ജൈവവളമോ മറ്റു വളങ്ങളോ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുത്ത് നിങ്ങൾക്കും എനിക്കും അതിമനോഹരമായ മധുരമുള്ള വാഴപ്പഴവും നേന്ത്രപ്പഴവും മാങ്ങപ്പഴവും അല്ലെങ്കിൽ മാങ്കോസ്റ്റീനും ചക്കപ്പഴമൊക്കെ തരുന്നുണ്ട്. ഒരു പരിവർത്തനം. ആ വളം ഒന്ന് ചീഞ്ഞു, ആ വളം അതിന്റെ തനി അവസ്ഥയിൽ നിന്ന് മാറി അതിന് വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേരുകൾ അത് വലിച്ചെടുത്തു, അതിന് മനോഹരമായ മധുരമുള്ള വസ്തുവാക്കി മാറ്റി. ഉയർപ്പിതാണ്. ഇതാണ് ഉയർപ്പെന്ന് പറയുന്നത്. ഇതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളെ തളർക്കാനോ തകർക്കാനോ ഉള്ളതല്ല. ഒരു പരിവർത്തനത്തിനുള്ള, ഒരു മാനസാന്തരത്തിന് വേണ്ടിയുള്ള മധുരമായ ജീവിതം സമർപ്പിക്കാൻ, കാഴ്ചവെക്കാൻ, അനുഭവിക്കാനുള്ള വേദിയാണ് അനുദിന ജീവിതത്തിലെ കുരിശുകളും, വിഷമങ്ങളും. അതുകൊണ്ട് ഇനി ആരും കുരിശിനെ പറ്റി ആവലപ്പെടേണ്ട.
രോഗങ്ങളെ പറ്റി ആകുലപ്പെടേണ്ട, കഷ്ടപ്പാടുകളെ കുറിച്ച് ആകുലപ്പെടേണ്ട, എല്ലാം മധുരം ധരിക്കുന്ന മനോഹരമായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വേദിയായിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതി. അങ്ങനെ കാണണം. നമ്മള് പ്രപഞ്ചം പോലും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉദ്ധാനത്തിന്റെ ഉത്ഥാനത്തിന് ശേഷം ശിശുമാർ പറഞ്ഞത് അധികം പറഞ്ഞ 2 വാക്കുകളേ ഉള്ളൂ: നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ രണ്ടും ഇന്ന് ക്രിസ്തു നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് പറയുന്നത്, എന്നോട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഈ ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കാനും ഭയം കൂടാതെ ജീവിക്കാനും ഏത് സാഹചര്യങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസമൊക്കെ നമുക്ക് ഒരു പരിവർത്തനത്തിന് വിധേയമായോ എന്നുകൂടി നമ്മൾ ചിന്തിച്ച് നോക്കുന്നതിന് ഓർമ്മിപ്പിക്കുകയാണ്. ഹോംവർക്കായിട്ട് പറയുകയാണ്. നമ്മൾ നോമ്പ് നോക്കിയിട്ടും നമ്മൾ ഉപവസിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? വലിയ മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ചെറിയ മാറ്റങ്ങളെങ്കിലും നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ മറ്റുള്ളവരുടെ സമീപനങ്ങളിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് നോക്കി ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഇല്ലെങ്കിൽ നമ്മളിതൊന്നും ചെയ്തിട്ടില്ലെന്ന് സമ്മതിക്കേണ്ടി വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരന്റെ മംഗളങ്ങൾ സ്നേഹവും ആശംസിക്കുന്നു. ഉദിതരായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തുവാൻ, കയ്പ് നിറഞ്ഞ കാസയിൽ നിന്ന് സന്തോഷത്തിന്റെയും മധുരം നിറഞ്ഞ ഒരു കാസ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൂടി എല്ലാവർക്കും ഈശ്വരന്റെ മംഗളങ്ങൾ സ്നേഹവും പ്രാർത്ഥനവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.